വഴുതന മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ വേണ്ടി ഒരു 4 വഴുതന എടുത്തിട്ടുണ്ട്. ഒരു 3 പച്ചമുളകും ചെറിയ ഉള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ വഴുതനേനെ ഒന്ന് മുറിച്ചെടുക്കാം. ഈ പച്ചക്കറിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു സാധനമായിരുന്നു ഈ വഴുതന എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ കറി വെക്കാൻ തുടങ്ങിയതിന് ശേഷം ഉണ്ടല്ലേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു കറിയാണ് വഴുതന കറി. ആദ്യമൊന്നും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു വഴുതന. ഇത് ഒന്നാമത് ഇങ്ങനെ വെന്തൊടങ്ങി ഇതായിരുന്നതുകൊണ്ട് മന്തെന്നറിയില്ല, എനിക്ക് വഴുതനോട് തീരെ ഇഷ്ടമുണ്ടായില്ല. ഇപ്പോൾ നല്ലതുണ്ട്. ഇത് മുറിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, എല്ലാം ഒരേ കണക്ക് തന്നെ ആവണം, അല്ലെങ്കിൽ അത് ചെറുതും വലുതെല്ലാം ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഉടഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതുപോലെ തന്നെ മുറിച്ചെടുക്കാൻ നോക്കണം. മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. വഴുതന അരിഞ്ഞു കഴിഞ്ഞു. എല്ലാം ഒരേ വലുപ്പത്തിൽ തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം. ഇതിനാവശ്യമില്ല ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം. ഇതൊന്ന് നന്നായി ഞരടിയിട്ട് വെക്കാം. ഞരടിയിട്ട് ഒരു 10 മിനിറ്റ് സമയം നമുക്കിതിനെ മാറ്റി വെക്കാം. അത് കഴിഞ്ഞ് ഇത് കറി ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൻ്റെ വെള്ളം, ചില വഴുതനയിൽ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടാവും. അന്നേരം നമ്മൾ അതിനൊന്ന് ഞെക്കി പിഞ്ഞ് കളയാം. ചിലത് വെള്ളം ഉണ്ടാവാറില്ല, നമുക്ക് നോക്കാമല്ലോ. ഇതിന് വെള്ളം ഉണ്ടെങ്കിൽ പിഞ്ഞ് കളയാം, അല്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ ഉപയോഗിക്കാം. ഒരു 10 മിനിറ്റ് സമയം ഇതിങ്ങനെ കിടക്കട്ടെ. ഇപ്പോൾ വഴുതന മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനുള്ള സാധനം ഉപ്പും മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ട് പെരക്കി വെച്ച വഴുതന ഇടാണ്ട്. ഇത് പച്ചമുളക്, കാശ്മീരി മുളക് പൊടി, ഉള്ളി ചതച്ചിട്ടുണ്ട്, ചെറിയ ഉള്ളി, പിന്നെ ഉപ്പ്, കുരുമുളക് പൊടി, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനമാണ് നമുക്ക് ഇനിയിപ്പോൾ ഇത് മെഴുക്ക് പുരട്ടിക്ക് ആവശ്യമുള്ളത്. ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനില്ലേ. അത് ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ വഴുതനയിലെ വെള്ളമെല്ലാം ഒന്ന് ഞെക്കി പിഞ്ഞെടുത്ത് കളയണം. ഞെക്കി പിയുന്ന സമയത്ത് ശ്രദ്ധിക്കണം, അതിങ്ങനെ ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. എന്നാൽ അതിൻ്റെ വെള്ളം ഇത് പറ്റ പോയും വേണം. ആ ലെവലിലൊന്ന് ഞെക്കി പിഴിഞ്ഞെടുക്കണം. വീണ്ടും ഇങ്ങനെ ഞെക്കി എടുത്താൽ ഉടഞ്ഞ് ഇതായിപ്പോവും. അപ്പോൾ അതുപോലെ ആവാതെ ശ്രദ്ധിച്ചിട്ട് ഞെക്കി പിഴിഞ്ഞെടുത്ത് അതിൻ്റെ വെള്ളം കളയണം. എല്ലാം ഞെക്കി പിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ ചട്ടി ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചട്ടിയിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 2 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് ചേർത്തിട്ട് തീ ഒന്ന് കുറച്ച് വെക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് മുളകൊന്ന് വഴണ്ടി വരുന്ന സമയത്ത് നമുക്കിതേ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഒന്ന് മാറ്റി വെക്കാം. ചതച്ച് വെച്ച ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിൽ പച്ചമുളകും ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് കാശ്മീരി പൊടിയാണ്, ഇത് കളറിനെ ഉണ്ടാവുള്ളൂ. എരിവിനായിട്ട് നമ്മൾ പച്ചമുളകും കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന വഴുതന പൊടി ഇട്ട് കൊടുക്കാം. വഴുതനയിൽ ഉപ്പിട്ട് പിഴിഞ്ഞത് കൊണ്ട് നമുക്ക് ഇനിയിപ്പോൾ ഇതിന് ഉപ്പ് ഇട്ട് കൊടുക്കണ്ട, ഉപ്പ് ഇതിന് ഉണ്ടാവും. ഇനിയിപ്പോൾ ഇത് ചെറുതീയിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് സമയം നമുക്കിതിനെ വേവിച്ചെടുക്കണം. ഇതിലിപ്പോൾ വെള്ളമൊന്നും ഇല്ലല്ലോ, വെള്ളം കൂട്ടുന്നുമില്ല. വഴുതനയിൽ ഉണ്ടായ വെള്ളം നമ്മൾ ഞെക്കി പിഴിഞ്ഞ് കളഞ്ഞുവല്ലോ.
അപ്പോൾ അതുകൊണ്ട് ചെറിയിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കിതിനെ നല്ല വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒരു 2 മിനിറ്റ് കൂടുമ്പോൾ വന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് വെള്ളമില്ലാതെ മടിയിൽ പിടിക്കും. ഇതിലേക്ക് നമുക്ക് 1 സ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. മുളക് പൊടി നേരത്തെ ചേർക്കണമെന്നില്ല, നമുക്ക് ലാസ്റ്റ് ആവുമ്പോൾ ചേർത്താൽ മതി. അത് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. ആദ്യം പച്ച വെളിച്ചെണ്ണയും കൂടി നമുക്ക് ഇതിൽ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. അതിന് തീ ഓഫ് ചെയ്യാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ വഴുതന മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട്. ഇത് വഴുതന ഇഷ്ടപ്പെടാത്ത ഏതൊരാൾക്കും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ നന്നായിട്ട് ഇഷ്ടപ്പെടും. കാരണം ഇതിൽ ചേർത്ത സാധനങ്ങളെല്ലാം കുറച്ച് മാറ്റമുണ്ട്. സാധാരണ നമ്മൾ വഴുതന മെഴുക്ക് വരട്ടി ഉണ്ടാക്കുമ്പോൾ ആക്കുന്നതിനെക്കാട്ടി കുരുമുളക് പൊടി അങ്ങനെ കുറച്ച് സാധനങ്ങളെല്ലാം എക്സ്ട്രാ ചേർത്തതാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റും കൂടിയുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോളും. അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബൈ. നമ്മളെ വഴുതന മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ വഴുതന എല്ലാവർക്കും ഒന്നും അത്ര ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ ഇഷ്ടമില്ലാത്തവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ. അന്നേരം എന്തായാലും ഇഷ്ടപ്പെടും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വലിയ ഇതൊന്നുമല്ല. എന്നിരുന്നാലും നമ്മൾ മറ്റേ വഴുതന ഉപ്പേരി ഉണ്ടാക്കുന്നതിനെക്കാട്ടും ചെറിയൊരു മാറ്റമുണ്ട്. സാധനങ്ങളെല്ലാം ഇതിൽ കൂട്ടിയത് കുറച്ച് മാറ്റമില്ല അല്ലേ. അപ്പോൾ അതൊന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ.